ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പൈത്തൺ ഇപ്പോൾ എല്ലാവരും കുറച്ച് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവുമല്ലേ? കുറച്ച് കാര്യങ്ങളൊക്കെ പ്രോഗ്രാമൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് നമ്മൾ പലതും ചെയ്തു. ഒരു കാൽക്കുലേറ്റർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കി. അപ്പോൾ കുറച്ച് എക്സ്പെർട്ടൈസ് ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു വീഡിയോ അധികം റീച്ച് എത്തിയെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഈ വീഡിയോയിൽ എന്ത് കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്? അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു. ഇഫിനെ കുറിച്ചും കണ്ടീഷണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് പഠിച്ചു അല്ലേ? അപ്പോൾ ഈ വീഡിയോയിൽ എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്ന കാര്യം ലൂപ്പുകളാണ്. അതായത് ഒരേ കാര്യം തന്നെ വീണ്ടും ചെയ്യേണ്ട അവസരങ്ങൾ. അപ്പോൾ ഒരു 5 പ്രാവശ്യം ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യാൻ നമ്മളോട് പറയാണ്. അപ്പോൾ 5 പ്രാവശ്യം ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കിതൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് എങ്ങനെ ചെയ്യാൻ പോകുന്നത്? നമുക്ക് 5 പ്രാവശ്യം ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഹലോ പ്രിൻ്റ് ചെയ്യുന്നു. നമ്മുടെ ഹലോ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം പ്രിൻ്റ് ആവില്ലേ? ഇപ്പോൾ ഈ പ്രിൻ്റ് ഹലോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പ്രിൻ്റ് ആവും. ഞാനത് കോപ്പി ചെയ്യാണ്. അപ്പോൾ ഒരു പ്രാവശ്യം പ്രിൻ്റ് ചെയ്തു, രണ്ടാമത്തെ പ്രാവശ്യം പ്രിൻ്റ് ചെയ്തു, മൂന്നാമത്തെ പ്രാവശ്യം പ്രിൻ്റ് ചെയ്തു, 4, 5. ഇപ്പോൾ 5 പ്രാവശ്യം ഹലോ എന്ന് പ്രിൻ്റ് ആയി വരില്ലേ? സേവ് ചെയ്തിട്ട് നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കിയാലോ. പ്രോഗ്രാം റൺ ചെയ്തു, 5 പ്രാവശ്യം ഹലോ എന്ന് വന്നു. കറക്റ്റായിട്ട് വന്നല്ലേ? പക്ഷേ റിയൽ ലൈഫിലൊരു പ്രോഗ്രാമൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ പ്രോഗ്രാം എഴുതാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈനുകളുടെ എണ്ണം ചിലപ്പോൾ നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റില്ല എന്ന് വരും. കാരണം വീണ്ടും ഓരോ റിക്വസ്റ്റ് വരുന്ന സമയത്ത് നമുക്കിപ്പോൾ പ്രിൻ്റ് ചെയ്ത് കാണിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ 100 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യണമെങ്കിലും 1000 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യണമെങ്കിലും അത്രയും ലൈൻ ഓഫ് കോഡ് എഴുതുമ്പോൾ തന്നെ അതിന് വേണ്ട മെമ്മറിയും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ? അപ്പോൾ അത് നടക്കുന്ന ഒരു കാര്യമല്ല, നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പൈത്തൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാണ് ലൂപ്സ് എന്ന് പറയുക. ചില ലൂപ്പുകളുണ്ട്, കണ്ടീഷണൽ ആയിട്ടുള്ള ലൂപ്പുകൾ. അപ്പോൾ ആ ലൂപ്പുകളെ കുറിച്ച് നമുക്കിന്ന് പഠിക്കാം, ഇത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ഞാനൊരു ലൂപ്പിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരാൾ ഒരു ഡോറിൽ നിൽക്കുകയാണ്. നമ്മൾ ഡോറിൽ ഒരാളെ ചെക്ക് ചെയ്യാൻ നിർത്തിയേക്കാണ്. ഈ ഡോറിൽ നിൽക്കുന്ന ആൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡോറിൽ നിൽക്കുന്ന ആളോട് പറയുകയാണ്, നീ ഒരു 5 ആളെ ഡോറിൽ നിന്ന് കടത്തി വിടണം എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു 5 ആളെ ഡോറിലൂടെ കടത്തി വിടണം. 5 ആളെ മാത്രമേ കടത്തി വിടാൻ പാടുള്ളൂ. 6ാമത്തെ ആൾ വന്നു കഴിഞ്ഞാൽ കടത്തി വിടരുതെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു എക്സാമ്പിൾ ആ ഒരാളുടെ കയ്യിലേക്ക് ഞാൻ പറഞ്ഞു 5 ആളെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ഓക്കെ ആക്കി. അപ്പോൾ ഈ ആൾ എങ്ങനെയായിരിക്കും കടത്തി വിടുന്നത്? ആദ്യം ഇപ്പോൾ 1ാമത്തെ ആൾ വന്നു. ഓക്കെ, 1ാമത്തെ ആൾ വന്നപ്പോൾ ആ 1ാമത്തെ ആളെ ഈ ഗേറ്റിൽ നിൽക്കുന്ന ആൾ കടത്തി വിടും. അത് കഴിഞ്ഞ് 2ാമത്തെ ആൾ വരും. 2ാമത്തെ ആൾ വരുമ്പോൾ 2ാമത്തെ ആളെയും പ്രശ്നമൊന്നുമില്ലാണ്ട് കടത്തി വിടും. ഇനി 3ാമത്തെ ആൾ വന്നു. ഈ 3ാമത്തെ ആൾ വന്നപ്പോഴും അയാളെയും സിമ്പിളായിട്ട് കടത്തി വിട്ടു. 4ാമത്തെ ആളും വന്നു, 4ാമത്തെ ആളെയും കടത്തി വിട്ടു. 5ാമത്തെ ആൾ വരും, 5ാമത്തെ ആളെയും കടത്തി വിടും. ഇനി 6 വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? 6ാമത്തെ ആൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ആൾ നോക്കും, അയ്യോ ഞാൻ ഈ 5 പേരെ കടത്തി വിട്ടതാണ്, ഇത് 6ാമത്തെ ആളാണ്, 6ാമത്തെ ആളെ ഞാൻ കടത്തി വിടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഈ ആൾ കൗണ്ട് ചെയ്യുന്നുണ്ട്. 1ാമത്തെ ആൾ വരുമ്പോൾ ഈ ആൾ 1 കൗണ്ട് ചെയ്യുന്നു, 2ാമത്തെ ആൾ വരുമ്പോൾ 2 കൗണ്ട് ചെയ്യുന്നു, 3ാമത്തെ ആൾ വരുമ്പോൾ 3 കൗണ്ട് ചെയ്യുന്നു, 4ാമത്തെ ആൾ എന്ന് പറയുമ്പോൾ 4, 5, 6 അങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ 5ാമത്തെ ആൾ വരുന്നത് വരെ ഒരു പ്രശ്നമില്ല. അതായത് 5നോട് ഈക്വൽ ആയിട്ടുള്ള സംഖ്യയോ അല്ലെങ്കിൽ 5 താഴെയുള്ള സംഖ്യയോ ഈ കൗണ്ടറിൽ വരുന്ന സമയത്ത് ആൾക്ക് പ്രശ്നമില്ല. അത് എണ്ണുന്ന സമയത്ത് പ്രശ്നമില്ല. പക്ഷേ 6ാമത്തെ ഒരാൾ വന്നപ്പോൾ ആ 6 എന്ന് പറയുന്ന സംഖ്യ എന്താണ്? 5നേക്കാൾ താഴെയോ അല്ലെങ്കിൽ 5നേക്കാൾ ഈക്വലോ അല്ല. അങ്ങനെ വന്നൊരു സാഹചര്യം വന്നപ്പോൾ ആൾക്ക് കടത്തി വിടാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയാണ് ആ ആളുടെ ചിന്തിക്കുന്ന ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. ഇതേ കാര്യം തന്നെ നമുക്ക് പ്രോഗ്രാമിൽ ചെയ്യാൻ സാധിക്കും. ഈ ആൾ കടത്തിവിട്ട ആ ലോജിക്ക് തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതും ഇതുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്തൊരു പ്രോഗ്രാം എഴുതാം. ഇപ്പോൾ മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കുമല്ലേ? അതെല്ലാം കൂട്ടിയിട്ട് ഒരു പ്രോഗ്രാം എഴുതി കഴിയുമ്പോൾ ഈ ഒരു കാര്യം സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് നമുക്കൊന്ന് പോകാം. ആ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് വിപുലീകരിക്കുകയാണ്. ആ പറഞ്ഞ എക്സാമ്പിൾ ആൾ ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടി എടുത്ത് നോക്കുക. ആദ്യം ആൾ ചെയ്തെന്തായിരുന്നു? ഡോറിൽ നിൽക്കുന്നു. ഡോറിൽ നിന്നിട്ട് ആദ്യം എണ്ണം തുടങ്ങുന്നത് എത്രയെന്നാണ്? 1ൽ നിന്നാണ്. 1ാമത്തെ ആളാണ് ആദ്യം കയറുന്നതല്ലേ? 1ാമത്തെ ആൾ ആദ്യം കയറുന്നു. 1ാമത്തെ ആളെ കയറ്റി വിട്ടതിന് ശേഷം എന്ത് ചെയ്തു? 2 ആക്കി. പിന്നത്തെ വരുന്ന ആളെ എണ്ണുന്നത് 2 എന്നാണല്ലേ? ആദ്യത്തെ ആളെയാണ് 1 എന്നേ ഉള്ളൂ. 2ാമത്തെ ആൾ വരുമ്പോൾ 2 എന്നാണ് എണ്ണുന്നത്. അപ്പോൾ ഈ ആൾ എണ്ണൽ എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കൗണ്ടർ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ നമ്മൾ വെറുതെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കൗണ്ടർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടാക്കുന്നു. അതിൽ ആദ്യത്തെ ആളെ 1 എന്നാണ് എണ്ണുന്നത്, 2ാമത്തെ ആളെ 2, 3, 4 അങ്ങനെ എണ്ണാണ്. അപ്പോൾ ആളുകൾ എണ്ണാൻ ഉപയോഗിക്കുന്ന ആ ഒരു സ്ഥലം, അപ്പോൾ 1, 2, 3 എണ്ണുന്ന അതെടുത്ത് വയ്ക്കാനുള്ള ഒരു സ്ഥലമായിട്ട് നമ്മൾ കൗണ്ടർ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ കമ്പ്യൂട്ടറിൽ വയ്ക്കുന്നു. അപ്പോൾ ഒരു വേരിയബിൾ എടുത്തു വെച്ചു. ഇനി ഈ ആൾ ശരിക്കും എന്താ ചെയ്തിരുന്നത്? ഓരോ ആൾ വരുമ്പോഴും
ആദ്യം ഒന്നാമത്തെ ആളാണ് വന്നത്, ഒന്നാമത്തെ ആളെ കടത്തി വിട്ടു. എന്നിട്ട് രണ്ടാമത്തെ ആൾ വന്നപ്പോൾ 2 എന്ന് എണ്ണി, എന്നിട്ട് 2 എന്ന് എണ്ണിയിട്ട് രണ്ടാമത്തെ ആളെ കടത്തി വിട്ടു. മൂന്നാമത്തെ ആൾ വന്നു, മൂന്നാമത്തെ ആളെ 3 എന്ന് എണ്ണിയിട്ട് കടത്തി വിട്ടു. നാലാമത്തെ ആൾ വന്നു, നാലാമത്തെ ആളെയും കടത്തി വിട്ടു. അഞ്ചാമത്തെ ആൾ വന്നു, അഞ്ചാമത്തെ ആളെ കടത്തി വിട്ടു. അപ്പോൾ കൗണ്ടറിൽ ഓരോ പ്രാവശ്യം 1 2 3 4 5 അങ്ങനെ 1 2 3 4 5 എന്ന് പറയുന്ന നമ്പറുകൾ വന്നു അല്ലേ. കൗണ്ടറിൽ 6ാമത്തെ ഒരു നമ്പർ വന്നു, 6ാമത്തെ ആളെ കടത്തി വിടുമോ? 6ാമത്തെ ആളെ കടത്തി വിടില്ല അല്ലേ. അപ്പോൾ 5ാമത്തെ ആൾ വരെ, 5ാമത്തെ നമ്പർ വരെ മാത്രമാണ് ആളുകളെ ഇയാൾ കടത്തി വിടുള്ളൂ. അപ്പോൾ 5ൽ താഴെ അല്ലെങ്കിൽ 5നോട് ഈക്വൽ ആയിട്ടുള്ള നമ്പറുകൾ വരുമ്പോൾ മാത്രം ആളെ കടത്തി വിടുന്നു. കൗണ്ടറിൻ്റെ ഉള്ളിൽ 5ൽ താഴെയും 5നോട് ഈക്വൽ ആയിട്ടുള്ള നമ്പർ വരുമ്പോൾ മാത്രം ആളുകൾ കടത്തി വിടുന്നു. അതായത് 5 പേര് താഴെ മാത്രമാണ് ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. അതിൽ മാത്രമല്ല, ഓരോ പ്രാവശ്യവും അയാൾ നമ്പറിൻ്റെ എണ്ണം കൂട്ടി വന്നു. ഇപ്പോൾ കൗണ്ടറിൽ ആദ്യം വരുന്നത് 1 ആണെങ്കിൽ രണ്ടാമത്തെ ആൾ വന്നപ്പോൾ അത് 2 ആക്കി, മൂന്നാമത്തെ ആൾ വന്നപ്പോൾ അത് 3 ആക്കി. അങ്ങനെ ആ കൗണ്ടറിനെ ഓരോ പ്രാവശ്യം ഇൻക്രീസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പ്രോഗ്രാമിൽ എഴുതാം? ഇപ്പോൾ 5 പ്രാവശ്യം ഹലോ വേൾഡ് എന്നാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുക. അപ്പോൾ കൗണ്ടർ ഈക്വൽ ടു 1 എന്ന് നമ്മൾ കൊടുത്തു. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എണ്ണുന്നത് നമ്മൾ 1 എന്നാണ്. അപ്പോൾ കൗണ്ടർ ഈക്വൽ ടു 1 എന്ന് നമ്മൾ ഫസ്റ്റേ കൊടുത്തു. ഇനി ചെയ്യുന്നത് വൈൽ എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നു. അതായത് വൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിലുള്ള അർത്ഥം എന്താണ്? വൈൽ എന്ന് പറയുമ്പോൾ ഇതായിരിക്കുമ്പോൾ എന്നുള്ള രീതിയിലാണ്. ഇങ്ങനെ ആയിരിക്കുമ്പോൾ വൈൽ, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വൈൽ നമ്മൾ എന്തെഴുതുന്നു? കൗണ്ടർ എന്ന് പറയുന്നത് എപ്പോഴൊക്കെ 5നോട് ഈക്വലോ ലെസ് ദാനോ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ 5നോട് ലെസ് ദാനോ ഈക്വൽ ടു ആണെങ്കിൽ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ, കൗണ്ടർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മൾ 5 പ്രാവശ്യം ഹലോ വേൾഡ് എന്ന് നമുക്ക് പ്രിന്റ് ചെയ്യണ്ടേ. അപ്പോൾ 5 പ്രാവശ്യം നമ്മൾ ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ 5ൽ താഴെ കൗണ്ടർ ആയിരിക്കുന്ന എത്ര പ്രാവശ്യം ഉണ്ടോ അത്രയും പ്രാവശ്യമൊക്കെ ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിയാലോ. സേവ് ചെയ്തു, ഞാൻ റൺ ചെയ്യാൻ പോകണം. പ്രോഗ്രാം റൺ ചെയ്യുന്നു. പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? 5 പ്രാവശ്യമല്ലേ നിർത്താതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വീണ്ടും വീണ്ടും ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. ഞാനൊന്ന് പ്രോഗ്രാം ക്വിറ്റ് ചെയ്യാണ്. പ്രോഗ്രാം ക്വിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോവാണ്. നമ്മുടെ പ്രോഗ്രാമിലേക്ക് തിരിച്ചു പോകാം. എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് അല്ലേ. എന്താ പ്രശ്നം പറ്റിയത്? നമ്മൾ കൗണ്ടർ 1 എന്ന് കൊടുത്തിട്ടാണ് കൗണ്ടർ 5ൽ താഴെയാണെങ്കിൽ ഇന്ന കാര്യം ചെയ്യുക എന്ന് പറഞ്ഞത്. വൈൽ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ഒരു ലൂപ്പിന് വേണ്ടിയിട്ടാണ്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് വീണ്ടും ആവർത്തിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈൽ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈലിൻ്റെ ഉള്ളിൽ ഒരു കണ്ടീഷൻ ഉണ്ടാവും. വൈൽ കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റിൽ നമ്മൾ കണ്ടീഷൻ എഴുതും. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നത് ആ കണ്ടീഷൻ എപ്പോഴൊക്കെ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ, അതായത് ആ കണ്ടീഷൻ എപ്പോഴൊക്കെ ട്രൂ ആവുന്നുണ്ടോ അപ്പോഴൊക്കെ എന്ത് പറ്റും? ആ വയലിൻ്റെ ഉള്ളിലുള്ള കാര്യം പ്രിന്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വയലിൻ്റെ ഉള്ളിലുള്ള കാര്യം എക്സിക്യൂട്ട് ചെയ്തിട്ടേ ഇരിക്കും. അതാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. അപ്പോൾ പ്രിന്റ് ഹലോ വേൾഡ് എന്ന് കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൗണ്ടറിൽ 1 കൊടുത്തു സ്റ്റാർട്ടിങ്ങിൽ, പക്ഷേ ലൂപ്പിൻ്റെ ഉള്ളിൽ വരുമ്പോഴും എപ്പോഴും കൗണ്ടറിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? 1 ആണ്. നമ്മൾ നമ്പർ ഓരോ ആൾക്കാരെ കയറ്റുമ്പോൾ 1 2 എന്ന് എണ്ണുന്നതിന് പകരം ഓരോ ആൾക്കാരെ കയറ്റിയപ്പോഴും നമ്മൾ 1 1 1 1 എന്ന് തന്നെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ മറന്നുപോയി. കൗണ്ടറിൻ്റെ വാല്യൂ ഓരോ പ്രാവശ്യം കൂട്ടണമല്ലേ. ഓരോ ആളെ കയറ്റി വിടുമ്പോഴും നമ്മൾ കൗണ്ടറിൻ്റെ വാല്യൂ ഓരോ ആളെ കയറ്റി വിടുമ്പോഴും നമ്മൾ കൗണ്ടറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യണമല്ലേ. അത് ചെയ്തില്ല. അപ്പോൾ കൗണ്ടറിനെ ഇൻക്രിമെൻറ്റ് ചെയ്യാന്ന് പറയും. ഓരോ പ്രാവശ്യവും നമ്മൾ കൗണ്ടറിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനാണ് കൗണ്ടറിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്ന് പറയുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് കഴിഞ്ഞതിന് ശേഷം കൗണ്ടറിൻ്റെ വാല്യൂ നമ്മൾ കൗണ്ടർ +1 എന്ന് കൊടുക്കുക. അപ്പോൾ കൗണ്ടറിൻ്റെ ആദ്യത്തെ വാല്യൂനേക്കാൾ 1 കൂട്ടി കൊടുക്കുകയാണ്. കൗണ്ടറിൻ്റെ വാല്യൂ ഓരോ പ്രാവശ്യവും കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കൗണ്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ കൗണ്ടറിൻ്റെ വാല്യൂ 1 എന്ന് നമ്മൾ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് വൈൽ എഴുതുന്നു. വൈൽ എഴുതിയിട്ട് കണ്ടീഷൻ എഴുതി കൗണ്ടർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പോൾ ഇതിലെന്ത് സംഭവിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ ആദ്യം 1 ആണ് കൗണ്ടറിൻ്റെ വാല്യൂ. അപ്പോൾ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യും കൗണ്ടർ എന്ന് പറയുന്നത് 5നോട് ലെസ് ദാൻ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ലെസ് ദാൻ ആണല്ലേ. ലെസ് ദാൻ ആണെങ്കിൽ എന്ത് ചെയ്യും? വയലിൻ്റെ ലൂപ്പിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എല്ലാം എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? പ്രിന്റ് ഹലോ വേൾഡ് എന്ന് ഉള്ളത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ആവും. അത് കഴിഞ്ഞ് പിന്നെ എന്താ സംഭവിക്കുന്നത്? കൗണ്ടർ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലേക്ക് കൗണ്ടർ +1 എന്നുള്ളത് എടുത്ത് സേവ് ചെയ്യും. അപ്പോൾ കൗണ്ടർ എന്നുള്ളതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്? നമ്മൾ 1ലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ഐറ്ററേഷൻ എന്നാണ്. ഫസ്റ്റ് പ്രാവശ്യമാണ് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ കിടന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് ഐറ്ററേഷൻ എന്നാണ് പറയുക. രണ്ടാമത്തെ പ്രാവശ്യം ലൂപ്പിലേക്ക് കിടക്കുമ്പോൾ സെക്കൻഡ് ഐറ്ററേഷൻ എന്ന് പറയും, തേർഡ് ഐറ്ററേഷൻ, ഫോർത്ത് ഐറ്ററേഷൻ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐറ്ററേഷൻ ആണ്. അതിൽ കൗണ്ടറിൻ്റെ വാല്യൂ എത്രയായിരുന്നു?
നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി വെച്ചത് 1-ലായിരുന്നു. അപ്പോൾ 1 ആണ്. അപ്പോൾ കൗണ്ടർ ഈക്വൽ ടു കൗണ്ടർ പ്ലസ് 1 എന്ന് പറയുമ്പോൾ കൗണ്ടർ പ്ലസ് 1 എന്ന് പറയുന്നത് ആദ്യം ചെയ്യും, എന്നിട്ട് അതിൻ്റെ വാല്യൂ എടുത്തിട്ട് കൗണ്ടറിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൗണ്ടർ എന്ന് പറയുന്നത് 1 ആണ് നമുക്കറിയാം. അപ്പോൾ 1 + 1 ചെയ്തിട്ട് അതെടുത്ത് കൗണ്ടറിൻ്റെ ഉള്ളിലേക്ക് വെക്കും. അപ്പോൾ കൗണ്ടറിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയായി? കൗണ്ടറിൻ്റെ വാല്യൂ ഇപ്പോൾ 2 ആയി. കൗണ്ടറിൻ്റെ വാല്യൂ 2 ആയിട്ട് വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും നമ്മുടെ വയലിൻ്റെ ഉള്ളിലേക്ക് വരും. ഈ കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യും. കാരണം ഓരോ പ്രാവശ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും, അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും, വീണ്ടും പോയി കണ്ടീഷൻ ചെക്ക് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ സെക്കൻഡ് ഐറ്ററേഷനിലേക്ക് വന്നു. സെക്കൻഡ് ഐറ്ററേഷനിൽ കൗണ്ടറിൻ്റെ വാല്യൂ എത്രയായി? 2 ആയി. കൗണ്ടറിൻ്റെ വാല്യൂ നമ്മൾ 2 ആയി. കാരണം ഇവിടെ 1 ഇൻക്രീസ് ചെയ്തു. ഫസ്റ്റ് ഐറ്ററേഷനിൽ നമ്മൾ 1 എന്ന് പറയുന്ന കൗണ്ടറിൻ്റെ വാല്യൂ എടുത്ത് 2 ആക്കി വെച്ചിരുന്നു. അപ്പോൾ 2 ആണ് പിന്നീട് കൗണ്ടറിൻ്റെ വാല്യൂ ആയിട്ട് ഇവിടെ വരാം. അപ്പോൾ കൗണ്ടർ > 5 എന്ന് പറയുന്നത് 2 > 5 ആവും. 2 > 5 ആണോ? അതെ, അത് ശരിയാണല്ലേ. അപ്പോൾ 2 > 5 എന്ന് പറയുമ്പോൾ > 5 ആണ്. അപ്പോൾ വീണ്ടും പ്രിന്റ് ഹലോ വേൾഡ്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ടിൽ ഇപ്പോൾ എത്ര പ്രാവശ്യം ഹലോ വേൾഡ് ആയി? രണ്ടാമത്തെ പ്രാവശ്യം ഹലോ വേൾഡ് ആയി. കാരണം 2 പ്രാവശ്യം ഹലോ വേൾഡ് നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ചു. ആദ്യത്തെ പ്രാവശ്യം ആദ്യത്തെ ഐറ്ററേഷനിൽ ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്യിച്ചു, രണ്ടാമത്തെ ഐറ്ററേഷനിലും ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്യിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും എന്ത് സംഭവിക്കും? കൗണ്ടർ + 1 ചെയ്തിട്ട് അത് കൗണ്ടറിലേക്ക് വീണ്ടും എടുത്ത് റീപ്ലേസ് ചെയ്യും. അപ്പോൾ കൗണ്ടർ + 1 എന്ന് പറയുമ്പോൾ 2 + 1 ആയിരിക്കും. 2 + 1 എടുത്തിട്ട് കൗണ്ടറിലേക്ക് വയ്ക്കും. അപ്പോൾ 3 എടുത്തിട്ട് കൗണ്ടറിലേക്ക് വയ്ക്കും. അപ്പോൾ ഇപ്പോൾ കൗണ്ടറിൻ്റെ വാല്യൂ എത്രയായി? 3 ആയി അല്ലേ? കൗണ്ടറിൻ്റെ വാല്യൂ 3 ആയി. വീണ്ടും നമ്മുടെ വയലിൻ്റെ കണ്ടീഷൻ്റെ ഉള്ളിലേക്ക് വരും. 3 > 5 ആണെന്ന് നോക്കും. 3 > 5 ആണല്ലേ? അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് വീണ്ടും നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരും, പ്രിൻ്റ് ചെയ്യും, ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ 3 പ്രാവശ്യം ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ആയി. അത് കഴിഞ്ഞ് വീണ്ടും കൗണ്ടർ ഇൻക്രീസ് ചെയ്യും, 4 ആവും. കൗണ്ടറിൻ്റെ വാല്യൂ 4 ആവും. അത് കഴിഞ്ഞ് വീണ്ടും കണ്ടീഷനിലേക്ക് വരും. 4 > 5 ആണെന്ന് നോക്കും. അതെ അല്ലേ? 4 > 5 ആണ്. അപ്പോൾ വീണ്ടും ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ആവും. അപ്പോൾ 4 പ്രാവശ്യം ഇപ്പോൾ ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ആയി. ഇനി കൗണ്ടർ + 1 ചെയ്യും. അപ്പോൾ വീണ്ടും 5 എന്നുള്ള വാല്യൂ കൗണ്ടറിൻ്റെ ഉള്ളിലേക്ക് വരും. വീണ്ടും നമ്മുടെ കണ്ടീഷനിൽ ചെക്ക് ചെയ്യും. കണ്ടീഷനിൽ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ 5 > 5 ആണെന്ന് നോക്കും. > ആണ്. അപ്പോൾ 5 > 5 ആണ് അല്ലേ? അതുകൊണ്ട് ആ കാര്യം ഓക്കെ ആണെന്ന് പറയും. എന്നിട്ട് വീണ്ടും എടുത്ത് നമ്മുടെ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് വിടും, അതായത് ആ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് വിടും. അപ്പോൾ വീണ്ടും ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്യും. വീണ്ടും കൗണ്ടർ ഇൻക്രീസ് ചെയ്യും. കൗണ്ടർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഇപ്പോൾ 5 + 1 ആണ്. അപ്പോൾ കൗണ്ടറിൻ്റെ വാല്യൂ 6 ആയി. കൗണ്ടറിൻ്റെ വാല്യൂ 6 ആയിട്ട് നമ്മൾ വീണ്ടും കണ്ടീഷനിലേക്ക് ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെയാണ് വ്യത്യാസം വരുന്നത്. 5 പ്രാവശ്യം ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കൗണ്ടറിൻ്റെ വാല്യൂ 6 ആയിട്ട് നമുക്ക് കിട്ടി. കൗണ്ടറിൻ്റെ വാല്യൂ 6 ആയിട്ട് വീണ്ടും നമ്മൾ വയലിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? കൗണ്ടർ > 5 ആണെന്ന് നോക്കും. കൗണ്ടർ > 5 ആണോ? കൗണ്ടർ > 5 അല്ല അല്ലേ? കൗണ്ടർ > 5 എന്ന് പറയുമ്പോൾ 6 > 5 എന്ന് വരും. 6 > 5 ആണോ? അല്ല അല്ലേ? 6 എന്ന് പറയുന്നത് 5-നേക്കാൾ ലെസ് അല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഫോൾസ് ആയിട്ട് വരും. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ ലൂപ്പ് ബ്രേക്കായി. എന്താ പറയുന്നത്? ആ ലൂപ്പിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ തെറ്റിച്ചു. അപ്പോൾ ആ കണ്ടീഷൻ നിൽക്കും, അതായത് ആ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ നിൽക്കും. ആ കണ്ടീഷൻ ഇതാവുന്നത് വരെ, അതായത് കണ്ടീഷൻ റോങ് ആവുന്നത് വരെ, ഫോൾസ് ആവുന്നത് വരെ വീണ്ടും വീണ്ടും ഈ വയലിൻ്റെ ഉള്ളിലുള്ള കാര്യം റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ ഒരു ലൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ 5 പ്രാവശ്യം ഹലോ വേൾഡ് എന്ന് ഈ ഒരു പ്രോഗ്രാം പ്രിൻറ്റ് ചെയ്യണം ഔട്ട്പുട്ടായിട്ട് അല്ലേ? അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. ഞാനൊരു ടെർമിനൽ എടുക്കുന്നു. ഈ പ്രോഗ്രാം സേവ് ചെയ്തതിന് ശേഷം ടെർമിനൽ എടുക്കുന്നു. ടെർമിനലിൽ ഞാൻ ആ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കുന്നു. എന്ത് സംഭവിച്ചു? കറക്റ്റായിട്ട് 5 പ്രാവശ്യം ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്തു എന്നല്ലേ? അപ്പോൾ ഒരു ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവും, കാരണം ഡൗട്ട്സ് ഇല്ലാണ്ട് വരില്ല. കാരണം ലൂപ്പ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കൺസെപ്റ്റ് അല്ല. നമ്മൾ ഇത്രയും നേരം പഠിച്ചതെന്ന് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്കപ്പോൾ വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോസിൽ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. താങ്ക് യു.